ഹലോ. നമ്മൾ യാത്രയ്ക്കൊക്കെ പോകുമ്പോഴേ പെട്ടെന്ന് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. എന്നിട്ട് കുറച്ച് സവാള, കുറച്ച് ക്യാരറ്റ് അരിഞ്ഞത്, അതുപോലെ തന്നെ തക്കാളി, ഒരു പച്ചമുളക്. അപ്പോൾ അതൊരു പാനിൽ എണ്ണ ഒഴിച്ച് ഇതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഇട്ട് വഴറ്റിയാൽ മതി. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അതിൽ നിന്ന് എല്ലെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മീറ്റ് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് സവാള ഇതെല്ലാം ഒന്ന് വഴണ്ട് വന്നു. നമ്മൾ പിന്നെ അതിലേക്ക് 2 മുട്ട ഉടച്ചൊഴിച്ചായിരുന്നു. ആ മുട്ടയും കൂടെ അതിലേക്കിട്ട് ഇളക്കിയായിരുന്നു. ഞാനതിൽ ഉപ്പിട്ടത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ആവശ്യമുള്ള ഉപ്പ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ശകലം മഞ്ഞപ്പൊടിയും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് റെഡിയായി വന്നപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ചിക്കൻ മസാലയും അതിൽ തന്നെ ഒരു 1/4 സ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്തായിരുന്നു. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നമുക്കത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് റെഡിയായതിനു ശേഷം നമ്മൾ ആ ചിക്കൻ റെഡിയാക്കി വെച്ചിരുന്ന ചിക്കനും കൂടെ അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളകി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫില്ലിങ്സ് റെഡിയാകും. കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ അതിലോട്ട് ചേർക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇനി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്സ് റെഡിയായി. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇനി നമുക്ക് അടുത്തത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്. അപ്പോൾ പൊറോട്ട വേണമെന്നുള്ളവർക്ക് പൊറോട്ട എടുക്കാം, അതല്ല ചപ്പാത്തി ആണെന്നുണ്ടെങ്കിൽ ചപ്പാത്തി എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് ഫില്ലിങ്സ് ഇത് തന്നെ മതി. അപ്പോൾ ഞാനിവിടെ പൊറോട്ടയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ആ ഫില്ലിങ്സ് എന്ന് പറയുന്നത് അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫില്ലിങ്സ് എടുത്ത് വെച്ചിട്ട് ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ആ പൊറോട്ടയെ റോള് പോലെ ചുരുട്ടിയെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചുരുട്ടിയെടുത്തിട്ട് ഫോയിൽ പേപ്പറിൽ ഇതുപോലെ ചുരുട്ടി എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് 2 സൈഡും അങ്ങ് ലോക്ക് ചെയ്ത് അപ്പോഴത്തേക്ക് നമ്മുടെ പൊറോട്ട റോള് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഞാനിന്നൊരു യാത്ര പോകുന്നുണ്ട്. അപ്പോൾ യാത്ര ബസ്സിലായതുകൊണ്ടാണ് മെയിനായിട്ട് ഇങ്ങനെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഫുഡ് എങ്ങനെയുണ്ട്? പരീക്ഷണാർത്ഥം ഉണ്ടാക്കിയതാണ്. സയട്ടനാണ് പരീക്ഷക വസ്തു. അപ്പൊ എന്തായാലും സക്സസ് ആയല്ലേ? അപ്പൊ ഇനി ഇതുപോലെയുള്ള ട്രിപ്പ് പോകുമ്പോ ഇതുപോലെ അങ്ങ് ഉണ്ടാക്കിയാൽ മതിയല്ലേ? പൈസ ലാഭം, ഗുണം മെച്ചം. ഫാമിലി ഫുഡ്, പൊറോട്ട മാത്രം പുറത്തുനിന്ന്.